ഇപ്പോൾ 25 വർഷത്തോളമായി പറവൂർ വി ഡി സതീശൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മെയ് 4 റിസൾട്ട് വരും. വോട്ടിങ് കാര്യങ്ങൾ ഇലക്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് വികസനം കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് വികസനം വളരെ മോശമാണ്. കാരണം വെച്ചാൽ സതീശൻ വ്യക്തിപരമായി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്. പക്ഷേ 25 വർഷമായിട്ടും ഇതുവരെയായിട്ടൊരു വികസനമില്ല. നമുക്കറിയാം കൊണ്ട് വി ഡി സതീശൻ ജയിച്ചുകൊണ്ടിരിക്കുന്നു. 25 അടുത്ത വർഷവും ജയിക്കുന്നത് വി ഡി സതീശനാന്ന് പറയുന്നുണ്ട്. അത് പറയാൻ പറ്റില്ല. ഇപ്പൊ ജയിച്ചാലാണ് നമുക്ക് ജയിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വോട്ടിങ് അത് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ ചെയ്താലല്ലേ പുള്ളി ജയിക്കുള്ളൂ. ഞങ്ങൾ എന്തായാലും ചെയ്തിട്ടില്ല, പക്ഷെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടാണ് റിപ്പോർട്ട് കിട്ടുന്നത്. റിപ്പോർട്ട് ഇപ്പൊ ഇങ്ങനെ പറയാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്രാവശ്യം തോക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിസ്സാര ഭൂരിപക്ഷത്തിൽ ചിലപ്പോൾ ജയിക്കാം, ചിലപ്പോൾ നിസ്സാര ഭൂരിപക്ഷത്തിൽ തോക്കാനും സാധ്യതയുണ്ട്. കാരണം വികസനം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ താലൂക്ക് ആശുപത്രിയാണ്, ജില്ലാ ആശുപത്രി ആണ്ട കാലം കഴിഞ്ഞ്. കാരണം 25 വർഷത്തോളമായി നമ്മുടെ MLA ഇവിടെ ആയിട്ട് ഇതുവരെ യാതൊരു വികസനവും ഇല്ല. ഡോക്ടർമാരുടെ പേരുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗുണവുമില്ല. നമുക്കൊരു പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് വരുമ്പോൾ ആംബുലൻസുകാർ പുറകെ ഉണ്ടാവും. കാരണം അവിടെ നിന്ന് മടക്കി വിടുമെന്ന് അവർക്ക് ധൈര്യം ഉറപ്പാണ്. കാരണം അവിടെ ഡോക്ടറില്ല, മരുന്നില്ല എന്നും പറഞ്ഞിടും. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം. ചേട്ടനും കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ വികസനം ഇല്ല, പറവൂര് യാതൊരു വികസനം ഇല്ല, അപ്പൊ എന്തുകൊണ്ട് വി ഡി സതീശന് വോട്ട് കിട്ടും എന്നുള്ളത് ഒരു ഭയങ്കര വലിയ ചോദ്യമല്ലേ? വി ഡി സതീശന് വോട്ട് ചെയ്യുന്ന ആർക്കും അറിയാൻ പാടില്ല. ഞാൻ വേറെ ആൾക്ക് ചെയ്താല BJP ഉണ്ട്, LDF ഉണ്ട്. ചേട്ടൻ വോട്ട് ചെയ്യുന്നല്ല, ഭൂരിഭാഗം ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ. വി ഡി സതീശൻ 25 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കണം. പറവൂര് വീണ്ടും വന്ന് പുള്ളിനെ വ്യക്തിപരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ പുള്ളി സാധിച്ചു കൊടുക്കും. പക്ഷേ പൊതുസമൂഹത്തിന്റെ കാര്യങ്ങളിൽ വളരെ മോശമാണ് പുള്ളി വികസനത്തിന്റെ കാര്യത്തിൽ. കാരണം ചേന്നാലം ജംഗ്ഷൻ തന്നെ ഉണ്ടില്ലേ, എല്ലാ ജംഗ്ഷനും വികസനവും ഇല്ല. വണ്ടികൾ ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോടതി വളരെ മോശമായ സിറ്റുവേഷനാണ്. ഒരു ചാറ്റൽ മഴ വന്നു കഴിഞ്ഞാൽ ഉരുണ്ടടിച്ച് വീഴും. ആരായാലും ഉദ്യോഗസ്ഥന്മാരായാലും. ഈ തവണ എനിക്ക് തോന്നുന്നത് അഡ്വക്കേറ്റുമാർ പോലും വ്യക്തി പേരിലാണ് വോട്ട് കൊടുക്കുന്നത്, അല്ലാണ്ട് വികസനം നോക്കിയിട്ടല്ല സതീശനെ. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സതീശന്റെ ഗുണമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുടുംബക്കാരൊക്കെ ചെയ്യുന്ന പുള്ളിക്കായിരിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു ഇതാണ്. പക്ഷേ പൊതുസമൂഹത്തിൽ വികസനം വളരെ കുറവാണ്. കാരണം 25 വർഷമായിട്ട് നമ്മുടെ താലൂക്ക് ആശുപത്രി ഒന്ന് വികസിപ്പിച്ചാൽ മതിയായിരുന്നു നമുക്ക്. അല്ല, അപ്പൊ ഞാൻ വേറെ ചോദിക്കാം. ഇപ്പൊ സപ്പോസ് എന്താണ് മെയ് 4 റിസൾട്ട് വരുന്നിട്ട് UDF ഭരിക്കണ ഒരു അവസ്ഥയിൽ വരികയാണെങ്കിൽ UDF പിന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവാനുള്ള യോഗ്യത ഉണ്ടോ പുള്ളിക്ക്? പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിരുന്നിട്ട് 10 വർഷമായില്ലേ പ്രതിപക്ഷത്തിരിക്കണത്. ഒരു കാരണവശാലും ഒരു സമരം എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടില്ല. അപ്പൊ LDFന്റെ ഭരണം നല്ലതായതുകൊണ്ടാണ് കേട്ടോ സമരം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. അപ്പൊ എനിക്ക് തോന്നണത്, അല്ല ഞാൻ ഉദാഹരണത്തിന് അതായത് UDF വരികയെന്ന് വിചാരിക്കുക, വരികയാണെങ്കിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവാൻ യോഗ്യത പുള്ളിക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ തല്ലുപിടുത്തം കൂടുതലാണല്ലോ. കാര്യം ഇവിടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് അവർ തല്ലുപിടിച്ചു തുടങ്ങി. പക്ഷെ ആ സമയത്ത് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഞാൻ 25 വർഷം MLA ആയിട്ട് പറവൂരുള്ള ആളാണ്. ചേട്ടൻ പറവൂർ വ്യക്തിയാണ്. അപ്പോൾ ഈ MLA ആയിട്ട് 25 വർഷം പറവൂരിൽ നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ആവാൻ പുള്ളിക്ക് ഒരു യോഗ്യത ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രതിപക്ഷത്തിരുന്നിട്ട് യാതൊരു ഗുണവും, വിലക്കയറ്റം കൂടിയാലും കുറഞ്ഞാലും പുള്ളി സമരത്തിന് ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടുമില്ല. അത് നമുക്ക് അറിയാലോ. കൂടുതൽ എന്തെങ്കിലും ഒരു മോശമായിട്ട് വന്നാൽ നമ്മൾ സമരം ചെയ്താലേ പ്രതിപക്ഷത്തിന് ഒരു ഉണ്ടുള്ളൂ. പ്രതിപക്ഷം നമ്മൾ ഇപ്പം നമുക്ക് എന്തായാലും വില കൂടി, പ്രതിപക്ഷം ഇറങ്ങി അത് സമരം ചെയ്താൽ മാത്രമേ കുറയാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ഇത്രയും 10 വർഷമായിട്ട് യാതൊരു കാരണവശാലും പ്രതിപക്ഷം അനങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് LDFന്റെ ഭരണം നല്ലതായത് കൊണ്ടായിരിക്കും പുള്ളി ഇറങ്ങാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ധാരണയിൽ LDF തന്നെയാണ് ഇനിയും കയറാൻ സാധ്യത എന്നുള്ളത്. പിന്നെ LDF വരികയാണെങ്കിൽ പിണറായി വിജയൻ അല്ലാണ്ട് ആര് ഭരിക്കും കേരളം? അത് വല്ലാത്തൊരു ചോദ്യമാണ്. തല്ലുപിടുത്തില്ലാത്തത് കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഇനിയും പറയണ ടർക്കിയൊക്കെ ഒന്നും കൂടി കഴുകി അതിൽ തന്നെ പുള്ളി ഇരുന്ന് കഴിഞ്ഞാൽ ഇരിപ്പ് തന്നെയാണ്. അല്ല പക്ഷെ പിണറായി വിജയന് 80 വയസ്സോളായിരുന്നു. 80 വയസ്സായി പുള്ളിക്ക്. എന്നിട്ട് വീണ്ടും ഇത്ര പ്രായമായി വീണ്ടും മാറ്റി കുത്താണ്. LDF വേറെ ആര് ഭരിക്കാനുണ്ട് പിണറായി അല്ലാതെ? ഇത് നമുക്ക് പറഞ്ഞാലേ പിണറായി ഒരു ശക്തനായ ഒരു നേതാവ് തന്നെയാണ്. കാരണം വെച്ചാൽ പറഞ്ഞതുപോലെയാണ് ഇരിക്കണത്. അതുകൊണ്ടാണ് അവിടെ തല്ലുപിടില്ലാത്ത. വേറൊരു ആള് മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ തല്ലുപിടുത്തം കൂടും ചിലപ്പോൾ. അപ്പൊ ഈ പിണറായി എന്ന് പറയുന്ന കാര്യം കറക്റ്റായിട്ട് പറയുന്ന പുള്ളി പ്രായം കൊണ്ട് പുള്ളി ഒന്ന് മാറ്റേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പ്രായം സ്വയം മാറണത് നമുക്ക് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ സ്വയം മാറുന്നതാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അപ്പൊ പുള്ളിക്ക് മാറാത്തത്, പുള്ളിക്ക് ഇപ്പോഴും ഭരിക്കാൻ അർഹതയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പറ്റും എന്നുള്ള ധാരണ കൊണ്ടാണ് പുള്ളി വീണ്ടും അവിടെ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ എനിക്ക് വേണമെങ്കിൽ ഇത്രയും 10 വർഷമായില്ലേ പുള്ളി ഇരിക്കുന്നത്. കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, വിലക്കയറ്റം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ എന്നാലും പുള്ളിക്ക് യാതൊരു തല്ലുപിടുത്തമൊന്നുമില്ല.
സംഘടനയിൽ തല്ലുകൊടുത്തില്ല. ശാരീരികമായിട്ട് കുഴപ്പമൊന്നും ശാരീരികമായിട്ട് പുള്ളി ഇടക്കിടക്കുന്ന അമേരിക്കയിൽ പോകുന്നുണ്ട്, എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. മനസ്സിലായില്ലേ? ചിലപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടാവായിരിക്കാം, നമുക്കതൊന്നും പറയാൻ പറ്റില്ല. എന്തിനു വേണ്ടിയാണ് പോണേന്ന് അറിയില്ല. പക്ഷേ വരുമ്പോഴേക്കും ഉഷാറായിട്ടാണ് പുള്ളി വന്ന് ആ കസേരയിൽ ഇരുന്ന് ഭരിക്കണത്. പേരെന്താ? എൻ്റെ പേര് അമ്പലം.